ഈ ഇടുക്കി ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ അധോലോക ബന്ധമുണ്ട്. ഒന്നുകിൽ കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ ചാരായവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്ത ആളുകൾ കുറവാണ് എന്നാണ് പുറമെയുള്ള ആളുകൾ പറയുന്നത്. ഈ മാഫിയകൾക്ക് നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം ആവശ്യം. ആ രാഷ്ട്രീയക്കാർക്ക് നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മാഫിയകളുടെ വലിയ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ജോസഫിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ ക്ഷയിച്ച അവസ്ഥയിലാണ്. പ്രായാധിക്യവും അനാരോഗ്യവും ഒരേ രീതിയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിണറായി വിജയനുള്ള പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുമുണ്ട്. പക്ഷേ പാർട്ടിയിലെ ചില നേതാക്കന്മാർ പറയുന്നത് ഇദ്ദേഹം തന്നെ മത്സരിക്കണം. കാരണം അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം ജയിച്ചാൽ മാത്രമേ ഇവർക്ക് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിൽ കൈയിട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മാണി സാറിൻ്റെ ബയോളജിക്കൽ DNA കിട്ടിയിട്ടുള്ളത് ശ്രീമാൻ ജോസ് കെ മാണിക്കാണെങ്കിൽ പൊളിറ്റിക്കൽ DNA കിട്ടിയിട്ടുള്ളത് റോഷിക്കാണ്. കാരണം മാണി സാറിൻ്റെ എല്ലാവിധ വിളവും വിദ്യയും അഭ്യാസവും പാർലമെൻ്ററി രംഗത്തുള്ള കഴിവും എല്ലാം കിട്ടിയിട്ടുള്ളത് റോഷിക്കാണ്. ഇനി ഇടുക്കി ജില്ലയിലെ LDF, UDF, BJP പാർട്ടികളുടെ അല്ലെങ്കിൽ മുന്നണികളുടെ അസാധ്യതകൾ പരിശോധിക്കാം. ഇടുക്കി ജില്ല പൊതുവെ UDFന് അനുകൂലമായ ഒരു ജില്ലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടതുമുന്നണിക്ക് അവരുടെ ശക്തി തെളിയിക്കാൻ പറ്റുന്ന ചില പോക്കറ്റുകളുണ്ട്, ചില മണ്ഡലങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ ജില്ലയിൽ പൊതുവെ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും മറ്റുമൊക്കെയാണ് പ്രാമുഖ്യമുള്ളത്. ചില പോക്കറ്റുകളിൽ മുസ്ലിം ലീഗുമുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും കോൺഗ്രസും കേരള കോൺഗ്രസുമാണ്. അതുമാത്രമല്ല, തൊടുപുഴ ഒഴിച്ച് ബാക്കി 4 മണ്ഡലങ്ങളിലും വലിയ ഒരു വിഭാഗം തമിഴ് വംശജരായ തൊഴിലാളികളുണ്ട്. ഈ ഇടുക്കി ജില്ലയിൽ തന്നെ തൊടുപുഴ ഉൾപ്പെടുത്തിയത് കേരളത്തിൽ തമിഴ് ഭൂരിപക്ഷമുള്ള ഒരു ജില്ല ഒരുപക്ഷെ ഉണ്ടായിപ്പോകും എന്ന ഭയം കൊണ്ടാണ്. 1970കളിൽ മലനാട് ജില്ലയ്ക്ക് വേണ്ടി ഒരു മുറവിളി ഉയരുകയും അന്ന് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന ഹൈറേഞ്ച് പ്രദേശം പീരുമേട്, ദേവികുളം, അതുപോലെ ഉടുമ്പൻചോല ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ജില്ല രൂപീകരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അന്ന് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു തൊടുപുഴ. ഈ തൊടുപുഴ കൂടി ഇടുക്കി ജില്ലയോട് ചേർത്ത് ഈ ഒരു ഭയമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ തമിഴ്നാട് ഈ പ്രദേശത്തിന് മീതെ ശക്തമായ അവകാശവാദം ഉന്നയിക്കുകയും ആ പ്രദേശം കേരളത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. അന്ന് DMKയുടെ ഭരണമാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. ഇന്നത്തെ DMK അല്ല, അന്ന് വളരെ വളരെ തീവ്രത കൂടിയ DMK ആയിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകത തമിഴ് വംശജരായിട്ടുള്ള തോട്ടം തൊഴിലാളികളാണ്. തോട്ടം മേഖലയൊക്കെ ആ മേഖലയിലെ തൊഴിലൊക്കെ നശിച്ച് തോട്ടങ്ങളൊക്കെ പൂട്ടി വളരെ ഭയാനകമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമൊക്കെ. അതിൻ്റെ അലയൊലികൾ രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാങ്കാണി രാഷ്ട്രീയം, അതുപോലെ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം, അതായത് തൊഴിലാളികളെ ചൂഷണം ചെയ്ത് നേതാക്കന്മാർ സമ്പന്നരാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ട്രേഡ് യൂണിയൻ സംസ്കാരം, ഇതൊക്കെ അവിടെയുണ്ട്. ഇങ്ങനെ പല ദൂഷിപ്പുകളും ഉള്ള പ്രദേശമാണ്. മാത്രമല്ല, ഈ ഇടുക്കി ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ അധോലോക ബന്ധമുണ്ട്. ഒന്നുകിൽ കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ ചാരായവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്ത ആളുകൾ കുറവാണ് എന്നാണ് പുറമെയുള്ള ആളുകൾ പറയുന്നത്. ഞാൻ ആരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ബന്ധം മിക്കവാറും നേതാക്കന്മാർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കാരണം ഈ മാഫിയകൾക്ക് നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം ആവശ്യമാണ്. ആ രാഷ്ട്രീയക്കാർക്ക് നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മാഫിയകളുടെ വലിയ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ഇനി നമുക്ക് ഈ ഹൈറേഞ്ച് ഭാഗത്തുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കാം. ഹൈറേഞ്ച് ഭാഗത്തുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഉടുമ്പൻചോലയാണ്, മറ്റത് പീരുമേടാണ്, മൂന്നാമത്തേത് ദേവികുളമാണ്, നാലാമത്തേത് ഇടുക്കിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി കാലാവസ്ഥയുള്ള പ്രദേശമാണ് തൊടുപുഴ. തൊടുപുഴയെ സംബന്ധിച്ച് പറഞ്ഞാൽ തൊടുപുഴ UDFൻ്റെ മണ്ഡലമാണ്. ഇപ്പോഴും UDFൻ്റെ കൈവശം ഇരിക്കുന്ന സീറ്റാണ്. ബാക്കി 4 LDFൻ്റെ കയ്യിലാണ്. അപ്പോൾ UDFൻ്റെ കൈവശം ഇരിക്കുന്ന ഒരേ ഒരു സീറ്റ് എന്ന് പറയുന്നത് തൊടുപുഴയാണ്. തൊടുപുഴയുടെ പ്രതീകവും പ്രതിരൂപവും ഏറെ കാലമായിട്ട് ശ്രീ PJ ജോസഫാണ്. ജോസഫ് 1970ലാണ് നിയമസഭയിലേക്ക് ജയിക്കുന്നത്. അന്ന് അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്. കേരള കോൺഗ്രസ് പിളർന്നിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ ഒരു സാമാജികനായിട്ട് ശ്രദ്ധേയനായ ഒരു പാർലമെൻറ്റേറിയനായിട്ട് അദ്ദേഹം വളർന്നു വരുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രിയാവുന്നു. പിന്നീട് പാർട്ടി പിളർന്ന് പാർട്ടിയുടെ ചെയർമാനാവുന്നു. പിന്നീട് പലതവണ മത്സരിക്കുന്നു, മിക്കവാറും സമയങ്ങളിൽ ജയിക്കുന്നു. അദ്ദേഹം പലതവണ മന്ത്രിയാകുന്നു. അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവായിട്ട് അദ്ദേഹം തുടരുകയാണ്. ഈ തവണത്തെ പ്രത്യേകത, അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഈ സമയം വരെയും തീരുമാനമായിട്ടില്ല. ഇത് പറയുന്ന സമയം വരെയും തീരുമാനമായിട്ടില്ല. കാരണം
അദ്ദേഹമോടോ അദ്ദേഹത്തിൻ്റെ മകനോ മത്സരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കുടുംബത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് സംശയമുണ്ട്. ജോസഫിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ ക്ഷയിച്ച അവസ്ഥയിലാണ്. പ്രായാധിക്യവും അനാരോഗ്യവും ഒരേ രീതിയിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിണറായി വിജയനുള്ള പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുമുണ്ട്. പക്ഷേ പാർട്ടിയിലെ ചില നേതാക്കന്മാർ പറയുന്നത് ഇദ്ദേഹം തന്നെ മത്സരിക്കണം. കാരണം അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം ജയിച്ചാൽ മാത്രമേ ഇവർക്ക് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിൽ കൈയിട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ അധികം പറയുന്നത് ജോസഫ് സാർ ഇത്തരം കാലമൊക്കെ കൊണ്ടുനടന്നില്ലേ, ഇനി കുറച്ച് നാൾ മകൻ നിയമസഭയിൽ പോകട്ടെ എന്ന അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഒഴിച്ചാൽ സാധാരണ ഗതിയിൽ UDFന് ജയിക്കാൻ പറ്റുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നിലനിർത്താൻ കഴിയുന്ന ഒരു സീറ്റാണ് തൊടുപുഴ. തൊടുപുഴയിൽ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ആര് തന്നെയാണെങ്കിലും വലിയ വിപ്ലവമൊന്നും അവിടെ സൃഷ്ടിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. തൊടുപുഴയിൽ BJP സാമാന്യ ശക്തമാണ്. BJP സ്ഥാനാർത്ഥി ഭിന്നിപ്പിക്കുന്ന വോട്ടുകൾ ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളതും ഒരു വിഷയമാണ്. എങ്കിൽ പോലും നമുക്കൊരു 90% ഉറപ്പിച്ച് പറയാം തൊടുപുഴയിൽ UDFൻ്റെ കൊടി തന്നെ പാറും. അവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ആ മണ്ഡലത്തിൽ ഇനിയും നിയമസഭയിൽ പ്രതികരിക്കും. അത് ജോസഫായിരിക്കും അതോ അദ്ദേഹത്തിൻ്റെ മകൻ അബു ആയിരിക്കും എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അതിനോട് തൊട്ടുകിടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അതും കേരള കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റിനാണ് അവിടെ നിന്ന് ജയിക്കുന്നത്. അദ്ദേഹം UDF ആയിട്ടും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, LDF ആയിട്ടും ജയിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ദിവംഗതനായ സാക്ഷാൽ KM മാണി സാറിൻ്റെ ഒരു രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയാണ്. ഈ മാണി സാറിൻ്റെ ബയോളജിക്കൽ DNA കിട്ടിയിട്ടുള്ളത് ശ്രീമാൻ ജോസ് കെ മാണിക്കാണെങ്കിൽ പൊളിറ്റിക്കൽ DNA കിട്ടിയിട്ടുള്ളത് റോഷിക്കാണ്. കാരണം മാണി സാറിൻ്റെ എല്ലാവിധ വിളവും വിദ്യയും അഭ്യാസവും പാർലമെൻ്ററി രംഗത്തുള്ള കഴിവും എല്ലാം കിട്ടിയിട്ടുള്ളത് റോഷിക്കാണ്. എന്ന് വെച്ചാൽ മാണി സാറിൻ്റെ ആ നിയമ പാണ്ഡിത്യമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭരണ വൈഭവമോ അദ്ദേഹത്തിനുണ്ടെന്നല്ലേ പറഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉള്ള എല്ലാവിധ അടവും അഭ്യാസവും പഠിച്ച ഒരാളാണ് റോഷി അഗസ്റ്റ്. അദ്ദേഹമാണ് UDF സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് LDF സ്ഥാനാർത്ഥി എന്നുള്ള ഉറപ്പാണ്. UDFന് വേണ്ടിയിട്ട് ആ സീറ്റ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണയും ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ജോസഫ് ഗ്രൂപ്പിന് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ആ സീറ്റ് റോഷി നിലനിർത്തും. ഒന്നാമത് റോഷി വലിയ അഭ്യാസിയാണ്, കഴിവുള്ള നേതാവാണ്, ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്, നിലവിൽ മന്ത്രിയാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. രണ്ടാമത്തേത് ജോസഫ് ഗ്രൂപ്പിന് വലിയ ശക്തിയുള്ള പ്രദേശമല്ല ഈ ഇടുക്കി. അതിനേക്കാൾ ഉപരി ഈ ഇടുക്കിയിലുള്ള മിക്കവാറും കോൺഗ്രസ് നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിനെ അവിടെ തോൽപ്പിക്കാനും ആ സീറ്റ് ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും പിടിച്ചെടുക്കാനും താല്പര്യപ്പെടുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് റോഷിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ആ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ KSU പ്രസിഡന്റ് അലോഷ്യസോ അതല്ല DCC പ്രസിഡന്റ് വെട്ടിക്കുഴിയോ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ആ റോഷിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. എങ്കിൽ പോലും സാധ്യത കൂടുതൽ റോഷി അഗസ്റ്റിനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അടുത്ത സീറ്റ് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വലിയ ആ ഒരു പ്രദേശം ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ്. ഉടുമ്പൻചോലയാണ് സത്യത്തിൽ ഇടുക്കി ജില്ലയിലെ ശരിക്കും ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള പ്രദേശം. തോട്ടം തൊഴിലാളി മേഖലയാണ്. നേരത്തെ നേരത്തെ ജിനദേവൻ ജയിച്ചിരുന്ന സ്ഥലമാണ്, പിന്നീട് ജയചന്ദ്രൻ ജയിച്ച സ്ഥലമാണ്, പിന്നെ മണിയാശാൻ ജയിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ജയചന്ദ്രൻ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജയചന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഈ പ്രദേശമൊക്കെ സുപരിചിതമാണ്. അദ്ദേഹം ദീർഘകാലം പാർട്ടിയുടെ പല കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിച്ച് അനുഭവപരിചയമുള്ള ആളാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഒരുപക്ഷെ CPM നിലനിർത്താൻ പോകുന്ന ഒരു സീറ്റായിരിക്കും ഉടുമ്പൻചോല. മണിയാശാൻ ഇല്ലെങ്കിലും അതൊന്നും പാർട്ടിക്ക് വലിയ ക്ഷീണം സംഭവിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തൊട്ടടുത്ത മണ്ഡലമാണ് പീരുമേട്. പീരുമേടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു കാലത്ത് CPIക്കാരാണ് ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചെടുത്തു. KK തോമസ് പലതവണ അവിടെ നിന്ന് ജയിച്ച MLA അയാളാണ്. പിന്നീട് കേരള കോൺഗ്രസ്സിന് കൊടുത്തു. അതിൽ നിന്ന് വീണ്ടും CPI പിടിച്ചെടുത്തു. CA കുര്യൻ മുമ്പ് ജയിച്ചിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞ തവണ വാഴൂർ, പിന്നീട് ബിജിമോൾ 3 തവണ ജയിച്ചു. ശക്തിയായ സ്ഥാനാർത്ഥിയായിരുന്നു ES ബിജിമോൾ. 3 തവണ കഴിഞ്ഞപ്പോൾ പാർട്ടി മാനദണ്ഡം അനുസരിച്ച് ബിജിമോളെ മാറ്റി നിർത്തിയതാണ്. 4ാമത് മത്സരിച്ചെങ്കിലും ബിജിമോൾ ജയിക്കുമായിരുന്നു. കാരണം അവർക്ക് ജനങ്ങളുമായിട്ട് ആ രീതിയിൽ ബന്ധമുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയക്കാരുടേതായ എല്ലാ അടവുകളും അറിയുന്ന ആളായിരുന്നു ബിജിമോൾ. ബിജിമോളെ മാറ്റിക്കഴിഞ്ഞപ്പോൾ പൊതുവേ എല്ലാവരും വിചാരിച്ചത് ഇനി ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകും എന്നാണ്. പക്ഷേ വാഴൂർ സോമൻ മത്സരിച്ചു. ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ സോമൻ ജയിച്ചു. ഇത്തവണ സോമനില്ല.
സോമൻ മരിച്ചുപോയി. ആ സ്ഥാനത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സലിംകുമാറാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് അറിവായിട്ടില്ല. കോൺഗ്രസ് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. പ്രത്യേകിച്ചും പൊതുവേ ഒരു UDF തരംഗത്തിൻ്റെ വാസന പരന്നിരിക്കുന്ന സാഹചര്യത്തിൽ. മാത്രമല്ല, ലോക്കൽ ബോഡി ഇലക്ഷനിലും UDFനാണ് വലിയ മുന്നേറ്റം നടത്താൻ കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ UDFന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അന്തിമ ഫലം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റിയില്ല. അത് സ്ഥാനാർത്ഥികളെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. അഞ്ചാമത്തതും അവസാനത്തേതുമായ സീറ്റ് എന്ന് പറയുന്നത് ദേവികുളമാണ്. ദേവികുളം പട്ടികജാതി സംവരണ മണ്ഡലമാണ്. അതുമാത്രമല്ല, തമിഴ് വംശജരാണ് അവിടുത്തെ വോട്ടർമാരിൽ ഭൂരിപക്ഷം. തമിഴ് വംശജനായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പാണ്. എസ് രാജേന്ദ്രൻ 3 തവണ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോയി. രാജയാണ് നമ്മുടെ രാജയാണ് അവിടുത്തെ MLA. കുമാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി. മിക്കവാറും ഈ പറഞ്ഞ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുള്ള സാധ്യത. എസ് രാജേന്ദ്രൻ BJPക്ക് വേണ്ടിയിട്ടും, കുമാർ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടും, രാജ CPMന് വേണ്ടി, അതായത് LDFന് വേണ്ടിയും മത്സരിക്കാനാണ് സാധ്യത. പൊതുവേ ഒരു LDF സ്വഭാവമുള്ള മണ്ഡലമാണ്. പിന്നെ രാജേന്ദ്രൻ എത്ര വോട്ട് ഭിന്നിപ്പിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് കുമാറിൻ്റെ വിജയ സാധ്യത എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഏതായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രകടമായ UDF സ്വഭാവം അത് വീണ്ടെടുക്കുമോ എന്ന കാര്യമാണ് നമ്മളിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ UDF മുന്നേറി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലൊരു റിസൾട്ട് ഉണ്ടായിക്കൊള്ളണം എന്നല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനമാണ്. പിന്നെ മുന്നണികൾ തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റാണെങ്കിൽ പ്രധാന കക്ഷി കാലുവാരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.